ന ന ന കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി വി കലാധരൻ ചോദിച്ചത് അറിഞ്ഞ പി ഡി നമ്പൂതിരിയുടെ കലയും ജീവിതവുമായി ബന്ധപ്പെട്ട കഥകൾ വളരെ വിശദമായി നമ്മൾ കേട്ടറിഞ്ഞു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കലാനിലയം കുഞ്ചുണ്ണി ആശാൻ. കലാനിലയം കുഞ്ചുണ്ണി, ഞങ്ങളൊക്കെ കുഞ്ചുണ്ണിയേട്ടൻ എന്ന് വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന കുഞ്ചുണ്ണിയേട്ടൻ. പാലക്കാട് ജില്ലയിലാണ്, വെള്ളിനേഴി അടുത്ത തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും വീട്. കലാമണ്ഡലം കുട്ടാശാൻ്റെ സഹോദരനുമാണ് അദ്ദേഹം. നിരവധി കാലം കലാനിലയത്തിൽ ചെണ്ട അഭ്യസിച്ച് അവിടെ തന്നെ അധ്യാപകനായി, അവിടെ നിന്ന് പ്രിൻസിപ്പളായി വിരമിച്ച കലാകാരനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ സാധകത്തിൻ്റെ വേഗത കണ്ട് ആണ് ആദ്യകാലത്ത് അത്ഭുതപ്പെട്ടിട്ടുള്ളത്. ആദ്യകാലത്തല്ല, അത് ഇക്കാലത്ത് പോലും അദ്ദേഹത്തിന് അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. ഇങ്ങനെ കലാനിലയത്തിൽ നിന്ന് നിരവധി ശിഷ്യരെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നിരവധി ആചാര്യന്മാർക്കൊപ്പം അരങ്ങുകളിൽ പങ്കെടുക്കാൻ കലാനിലയത്തിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. പള്ളിപ്പുറം ഗോപാൽ നരാശാൻ, കലാമണ്ഡലം കുട്ടാശാൻ, രാഘവാശാൻ എന്നുവേണ്ട തെക്കൻ ഭാഗത്തുള്ള ഒട്ടനവധി ആചാര്യന്മാരുടെ വേഷങ്ങൾക്ക് വടക്കൻ ഭാഗത്തും ഇതുപോലെ തന്നെ കൊട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കലാനിലയത്തിലെ സർവീസിന് ശേഷം നിരവധി കാലം അദ്ദേഹം കലാമണ്ഡലത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ജോലി ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. ഡിഗ്രി വിഭാഗത്തിലും MA വിഭാഗത്തിലും തൻ്റെ അധ്യാപന പരിചയം ഏത് തരത്തിൽ ഒരു കുട്ടികളെ പഠിപ്പിക്കണമെന്നത് അദ്ദേഹം വളരെ വ്യക്തമായി അവിടെ കാണിച്ചു തരികയുണ്ടായിട്ടുണ്ട്. എങ്ങനെയും നല്ലൊരു അധ്യാപകൻ, നല്ല ഒരു കലാകാരൻ, നല്ല ഒരു മനസ്സിൻ്റെ ഉടമ എന്ന നിലയിൽ വളരെ പ്രത്യേകതകളുള്ള ഒരു കലാകാരനാണ് കലാനിലയം കുഞ്ചുണ്ണി. അദ്ദേഹത്തിൻ്റെ ജീവിതവും കലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്കറിയാം. അത് ചോദിച്ചറിയുന്നത് കഥകളി ലോകം എക്കാലവും സ്മരിക്കുന്ന കലാമണ്ഡലം ഉണ്ണികൃഷ്ണകുറുപ്പാശാൻ എന്ന കഥകളി സംഗീതജ്ഞൻ്റെ പ്രിയപുത്രൻ വെള്ളിനേഴി ഹരിദാസാണ്. ഹരിദാസ് കഥകളി വേഷം പോലെ, കഥകളി പാട്ട് പോലെ, സോപാന സംഗീതം പോലെ ഇതൊക്കെ വളരെ സാധാരണ പോലെ കൈകാര്യം ചെയ്യുന്ന കലാകാരനാണ്. നല്ല സഹൃദയനാണ്. ഒരു ശിവരാമേട്ട ഭക്തൻ കൂടിയാണ് അദ്ദേഹം. ശിവരാമേട്ടൻ്റെ സംഭാഷണങ്ങൾ വളരെ കൗതുകകരമായി അദ്ദേഹം അതേപോലെ സംസാരിക്കും. എങ്ങനെയും ഹരിദാസനാണ് കുഞ്ചുണ്ണിയേട്ടനോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നത്. നമുക്ക് അവരുടെ കഥകൾ കേട്ട് അറിയാം. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹരിദാസൻ. കഥകളി മേള കലാകാരന്മാരുടെ കലാജീവിതവും വ്യക്തിജീവിതവും ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശേഖരിക്കുന്ന ഒരു പരിപാടിയാണ്. അതിലേക്ക് ഇന്നത്തെ കലാകാരൻ നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ട കലാനിലയം കുഞ്ചുണ്ണിയേട്ടനാണ്. നമസ്കാരം. കുഞ്ചുണ്ണിയേട്ടൻ്റെ കുടുംബ പശ്ചാത്തലം ആദ്യം ഒന്ന്, അതായത് മാതാപിതാക്കൾ, സഹോദരന്മാർ. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയാൻ
അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു. നെൽകൃഷി അങ്ങനെയുള്ള മറ്റ് കൃഷി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി ആയത് കാരണം അതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും കൃഷിയായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഒരുപാട് നെൽകൃഷി കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങനെ ഒരു ജീവിതമാർഗം ആയിരുന്നു അച്ഛൻ്റെ. ജ്യേഷ്ഠന്മാരാണെങ്കിലും അല്ലാതെ പിന്നെ 2 സഹോദരിമാർ അവരും എല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ വിവാഹം കഴിച്ചു കൊടുത്ത് അവരങ്ങനെ. ഞാനാണ് ഏറ്റവും അവസാനത്തെ മകൻ. അതാണ് കുടുംബ പശ്ചാത്തലം. സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയുണ്ടായി നാട്ടിൽ? സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ അടയ്ക്കാപുത്തൂര്. ഞാൻ 5ാം ക്ലാസ്സിന് പാസ്സായിട്ട് 6ാം ക്ലാസ്സിൽ കുറച്ച് കാലം പോയി. അതിന് ശേഷം പിന്നെ കഥകളിക്കൂട്ടിലേക്കുള്ള ഒരു ആയിക്കോട്ടെ. ഈ കഥകളിക്കൂട്ടിലേക്ക് ഒരു ആഗ്രഹം വരാനുള്ള കാരണം എന്താ? വരാനുള്ള കാരണം വെച്ചാൽ ചെണ്ടയോടായിരുന്നു എനിക്കധികം താല്പര്യം. ഇവിടെ ഈ തുലാമാസിൽ ഈ അടുത്ത പ്രദേശം അന്നൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പഴനിക്ക് പോവുക. അപ്പോൾ ഈ അതിന് മേളം കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് വീട് കയറി ഇറങ്ങിയിട്ട് അങ്ങനെ ഒരു സമ്പ്രദായം. അപ്പോൾ എൻ്റെ തൊട്ട വീട്ടിലെ ആൾക്കാർ എല്ലാ കൊല്ലം പോകും. അപ്പോൾ അവിടെ മേളം ഉണ്ടാവും, തായമ്പക ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓടിച്ചെന്ന് അത് ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലും. അപ്പോൾ അത് കണ്ടും കേട്ടും അങ്ങനെയാണ് ചെണ്ടോട് താല്പര്യം ഉണ്ടായി. പിന്നെ കഥകളിയോട്ട് പഠിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ മാങ്ങോട്ടുകാവിലെ ഞാളകുറിശി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കാന്തള്ളൂർ, ഇവിടെയൊക്കെ കഥകളിക്ക് ഇവിടെ വീട്ടിലുള്ളവർക്ക് താല്പര്യമാണ്. അപ്പോൾ എന്നെയും കൊണ്ടുപോകും. അങ്ങനെയാണ് കഥകളി ചെണ്ടോട് കൂടുതൽ താല്പര്യം വരാൻ കാരണം. അത് കഥകളി ചെണ്ട ആദ്യം തന്നെ പഠിച്ചത് കലാനിലയത്തിലാണോ? അല്ല, ഞാൻ ചെണ്ട ആദ്യ ബാലപാഠം ഉണ്ടല്ലോ, അത് കലാമണ്ഡലം ദാമോദരൻ നായരാശാൻ. വാരിത്തൊടി ദാമോദരൻ നായരെ പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ. അദ്ദേഹം ഗണപതിക്കയ്യ്, 4 പാടകയ്യ് ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് കലാനിലയത്തിലേക്ക്. കലാനിലയത്തിലെ ആ സമയത്തുള്ള ചെണ്ടയുടെ ആശാനും അല്ല മറ്റുള്ള ഗുരുനാഥന്മാർ ആരൊക്കെയായിരുന്നു? ചെണ്ടയുടെ ഗുരുനാഥന്മാർ പറയാൻ കലാമണ്ഡലം എസ് അപ്പുമാര എന്ന് പറയും. കൃഷ്ണകുടികളാശാൻ്റെയൊക്കെ ആദ്യകാലത്ത് ശിഷ്യൻ. അപ്പോൾ കലാനിലയത്തിൽ ചേരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ എൻ്റെ അടുത്ത സ്ഥാപനം എന്ന് പറയുക കേരള കലാമണ്ഡലമാണല്ലോ. പക്ഷേ കലാനിലയത്തിലേക്ക് പോകാൻ കാരണം എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള കുട്ടനാശാൻ എന്നാണ് പറയുക. ഞാനടുത്ത കുട്ടേട്ടനാണ്. ജ്യേഷ്ഠസ്ഥാനം കുറവായിരുന്നു, ആശാൻ സ്ഥാനം തന്നെയായിരുന്നു. അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. എന്നെ അവിടെയാണ് കൊണ്ടുപോയി ചേർത്തത്. അതാണ് അങ്ങോട്ട് പോകാൻ കാരണം. അവിടെ 6 വർഷം പഠിച്ചു. പിന്നെ 2 കൊല്ലം അധ്യാപകനല്ല വിദ്യാർത്ഥി അല്ലാത്തൊരു അന്തരീക്ഷത്തിൽ അവിടെ കുട്ടികളെ പഠിപ്പിക്കലും ചൊല്ലിയാട്ടത്തിന് കൂട്ടലും അങ്ങനെ 8 വർഷം പഠിക്കണ്ടായി. ആ പഠിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ 1972 അധ്യാപകനായിട്ട് പറഞ്ഞോളൂ. ആ 6 വർഷവും പിന്നെ 2 വർഷവും ഉപരിപഠനവും ഉണ്ടായിരുന്ന സമയത്ത് പഠിപ്പിക്കുന്നതിൻ്റെ രീതി, അത് സിലബസ് ഒക്കെ എങ്ങനെയായിരുന്നു അവിടെ? മുമ്പായിട്ട് സിലബസ് പ്രകാരമല്ല ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്. അവിടെ ആദ്യം ചെന്നാൽ ഇപ്പോൾ നേരത്തെ ഇവിടുന്ന് പഠിച്ച വിഷയങ്ങൾ നമ്മൾ അവിടെ ചെന്നാലും പഠിക്കണമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ തായമ്പക, ഒരു കുട്ടി തായമ്പ, അടിസ്ഥാന തായമ്പക. അത് കഴിഞ്ഞാൽ കേളി, അത് കഴിഞ്ഞാൽ പുറപ്പാട്, മേളപ്പദം, പിന്നെ കുട്ടിത്തരങ്ങൾ. എല്ലാ കഥയിലത്തും സിലബസ് പ്രകാരമല്ല. അത് ഒരു കഥ ചൊല്ലിയാണെന്ന് വെച്ചാൽ അതിപ്പോൾ ഇന്നിപ്പോൾ ആ കഥയെന്ന് വെച്ചാൽ നാളെ വേറെ അതന്നെ ആയിക്കൊള്ളണമെന്നില്ല. അന്നാ സമ്പ്രദായം അങ്ങനെ. പക്ഷേ എല്ലാത്തിനും നമുക്ക് കൊട്ടാറാവും. ഒരു കഥ കഴിഞ്ഞാൽ അത് കഴിയോളം പിറ്റേ ദിവസം അതിന് പിറ്റേ ദിവസം ഈ കഥ അങ്ങനെ ഇതായിട്ടല്ല. അത് പഠിപ്പിക്കുന്ന ചൊല്ലിയാട്ടം നടത്തുന്ന വേഷം അധ്യാപകൻ എന്താണോ പറയണ വെച്ചാൽ അതാണ് ചൊല്ലിയാട്ടം. നേരത്തെ കൂട്ടിയൊരു പറയലൊന്നുമില്ല, ശ്ലോകം പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ പിന്നീടാണ് സിലബസൊക്കെ വന്നത്. ഇപ്പോൾ കലാമണ്ഡലത്തിലായാലും പണ്ടൊന്നും സിലബസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ 6 വർഷം വിദ്യാർത്ഥിയായിട്ടും 2 വർഷം ആശാനുമല്ല വിദ്യാർത്ഥി അല്ലാതെ ഉപരിപഠനമായിട്ട്. അപ്പോൾ അപ്പോഴേക്കും എല്ലാ കഥയ്ക്കും കൊട്ടാറും പിന്നെ അത്യാവശ്യം കഥകളിക്കൊക്കെ പുറമെ പോകാനൊക്കെ തുടങ്ങി. അന്ന് അങ്ങനെ ഉണ്ടായി. 8 വർഷത്തിന് ശേഷമാണ് അവിടെ അധ്യാപകൻ നിയമിക്കപ്പെട്ടത് അല്ലേ? ആ കാലത്ത് അവിടുത്തെ വേഷക്കാർ ബഹുമാനപ്പെട്ട പള്ളിപ്പറം ഗോപാലൻ നായരാശാൻ, പിന്നെ കുട്ടനാശാൻ, എൻ്റെ ജ്യേഷ്ഠനായുള്ള കലാമുള്ള കുട്ടൻ എന്ന് പറയുന്ന കുട്ടനാശാൻ, പിന്നെ ശിവരാമാശാൻ. കുട്ടനാശാനൊക്കെ അവിടെ അധ്യാപകനായിരുന്ന കാലത്ത് ഇദ്ദേഹം ഒരു 2-3 വർഷം അവിടെ അധ്യാപകനായിട്ടുണ്ട്. ശിവരാമാശാൻ ഞാൻ ചെല്ലുമ്പോൾ അധ്യാപകനാണ് അവിടുത്തെ. പിന്നെ രാഘവനാശാൻ. പിന്നെ ഇടയ്ക്കും പലരൊക്കെ അധ്യാപകന്മാരാവും പോവും. പിന്നെ കലാമുള്ള മുരളി തിരുവനന്തപുരത്തുള്ള
അദ്ദേഹം കുറച്ചു കാലം ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. ആ പിന്നെ സമകാലികന്മാരായിട്ടുള്ള മോഹനൻ ഏറ്റുമാനൂർ, മോഹനകുമാർ, പിന്നെ പാട്ട് രവീന്ദ്രൻ, എമ്പ്രാന്തിരി രാജേന്ദ്രൻ, അങ്ങനെയൊക്കെയുള്ള പിന്നെ ഒരു കൃഷ്ണകുട്ടിമാരൊരു പാട്ട്, അതും പാട്ടുമാണ് മത്തളമൊക്കെ കൂട്ടുന്ന ആളാണ് തെക്കുള്ള. അതിന് ശേഷം പലരും അദ്ദേഹം പിന്നെ എമ്പ്രാന്തിരി ആശാൻ, നാരായണേട്ടൻ മദ്ദളം, സുബ്രഹ്മണ്യേട്ടൻ പാട്ട്, അങ്ങനെ അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. പള്ളിപ്പുറം ഗോപാലനാശാന്റെ കളരിയിലും അരങ്ങിലും ഒപ്പം പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സവിശേഷതകളൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഈ അന്ന് ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചാൽ അധ്യാപകനായതിനു ശേഷം അവിടുത്തെ ട്രൂപ്പുകളിലേക്ക് പൊതുവാളാശാനെ വിളിക്കുക പതുകൊണ്ട് വെച്ചാൽ പള്ളിപ്പുറാശാൻ്റെ വേഷത്തിന് കൂട്ടാൻ ഇപ്പോൾ പൊതുവാളാശാന ആണെന്ന്, അതല്ലെങ്കിൽ കേശവേട്ടൻ, അങ്ങനെ പതിവ്. അതങ്ങനെ സ്ഥിരം പോയപ്പോൾ പിന്നെ പള്ളിപ്രാശാനും പറഞ്ഞു, പൊതുവാളാശാനും പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ വിളിച്ച് ഇനി ബുദ്ധിമുട്ടിക്കണം, അവിടെ ഈ ഒരുപാട് പൈസ ഒന്നും കൊടുക്കാനുണ്ടാവില്ല, ട്രൂപ്പുകളിയല്ലേ. പുറമെ കളിക്ക് കിട്ടുന്ന അത്രയും പ്രതിഫലം ഈ ആശാന്മാർക്ക് അവിടെ നിന്ന് കൊടുക്കാൻ സ്ഥാപനത്തിന് സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു കുഞ്ചുണ്ണി കുട്ടികളും പൊതുവാളാശാൻ പറഞ്ഞിട്ട് അപ്പു ഒന്ന് നോക്കിയാൽ മതി, കാണുന്നിടത്ത് നിന്നാൽ മതി എന്നൊക്കെ പറയും. എൻ്റെ ആശാൻ അപ്പു എന്നാണ് വിളിക്കുക, പൊതുവാളാശാൻ്റെ ശിഷ്യനാണല്ലോ. അങ്ങനെ പള്ളിപ്രാശാൻ്റെ വേഷത്തിന് കുട്ടി ശീലമായി. ബാക്കി പിന്നെ നമ്മുടെ വടക്കൻ ചിട്ടായത് കാരണം കുട്ടനാശാൻ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് കളരിയിൽ പഠിക്കുക കാരണം അത്ര വിഷമല്ല. പള്ളിപ്രാശാൻ്റെ ഒരു പ്രത്യേക ചിട്ടയാണ്, വടക്കനും അല്ല തെക്കനും അല്ലാത്തൊരു. അത് എന്താ കലാനിലയത്തിൽ വന്നതിന് ശേഷമാണ് അത് ഈ വടക്കൻ ചിട്ടയോടുകൂടി തെക്കൻ ചിട്ട ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മനസ്സിലാക്കി കൊട്ടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ തൃപ്തിയായിരുന്നു. അതുകൂടാതെ നമ്മളെ ഇവിടുത്തെ ആശാന്മാരായിട്ടുള്ള രാമകുട്ടി നാരാശാൻ, കുമാരനാരാശാൻ, പത്മനാരാശാൻ, ഗോപിയാശാൻ, അവരെ കൂടെയൊക്കെ വേഷത്തിന് ധാരാളം ഒരു സമയത്ത് ധാരാളം പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രാമകുട്ടി ആശാൻ, കുമാരനാരാശാൻ, കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി നായരാശാൻ, പിന്നെ കീഴ്പ്പടം കുമാരൻ, വഴിക്ക് വഴിയല്ല പറയണേ കേട്ടോ, ഓർമ്മ കിട്ടിയ പേര് പറയണമെന്നേ ഉള്ളൂ, സീനിയോറിറ്റി അനുസരിച്ചല്ല പറയണം. അങ്ങനെ പിന്നെ തെക്കനാട്ടിൽ നാണുവാശാൻ, തെക്കനാട്ടിൽ മടവൂര്, മങ്കോമ്പ്, പിന്നെ ചെങ്ങന്നൂരാശാൻ്റെ വേഷത്തിന് ഒരു പ്രാവശ്യം കൊട്ടാള് അന്ന് കേശവേട്ടനെ വിളിച്ചിരുന്നു. ഞാൻ രണ്ടാമനാണ്. കേശവേട്ടൻ അന്ന് വന്നില്ല, വരാൻ പറ്റിയില്ല. അപ്പോൾ എന്നിട്ട് ആ അവസരം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അതിനെന്താ കുഞ്ഞ് അവിടെ പഠിച്ചതല്ലേ, അങ്ങോട്ട് കൂട്ടിക്കോളൂ, ഞാൻ അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്തോഷമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേഷത്തിന് പിന്നെ അതിൽ രണ്ടാം തലമുറയിൽപ്പെട്ട, ഇപ്പോൾ രണ്ടാം തലമുറ എന്ന് പറയാൻ പാടില്ല, ഗോപിയാശാൻ മൂത്ത തലമുറ തന്നെയാണ്, എങ്കിലും അവരുടെ വേഷത്തിനും രണ്ടാം തലമുറ വൈക്കം കരുണാകരൻ നായരാശൻ, അങ്ങനെ സദനകൃഷ്ണകുട്ടിയേട്ടൻ, ചന്ദ്രേശൻ, അങ്ങനെ വാസുവേട്ടൻ ഷാരടി, വാസു പിഷാരടി, അങ്ങനെ പലരുടെ വേഷത്തിനും കൊട്ടാള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ വേണ്ടേ പറയാം. ആ കാലത്തെ സഹപ്രവർത്തകർ ഈ രവീന്ദ്രേട്ടനും അതൊക്കെ അയാൾ അവിടെ ജോലി, ഭ്രാന്തി രവീന്ദ്രൻ. പിന്നെ ആ കാലഘട്ടങ്ങളിൽ കലാനിലയത്തിൽ പിന്നെ ഞാൻ മെയിൻ ചെണ്ടക്കാരനായിട്ട് കളിക്ക് കൊട്ടാൻ തുടങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് പറ്റാതെ വന്നു. അപ്പോൾ ആശാൻ, എൻ്റെ ആശാൻ ഈ വാദത്തിൻ്റെ അസുഖം കാരണം കയ്യിന് ലേശം പ്രശ്നമുണ്ട്. സാധകത്തിൻ്റെ പ്രശ്നം എല്ലാം അറിയാം, അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ അറിയാം, കൊട്ടാനൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് അന്നൊക്കെ വെളുക്കുന്നവരെ കളിയാണല്ലോ, ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് സാധിക്കാതെ വരും. അപ്പോൾ സഹായത്തിന് ആരെങ്കിലും വിളിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ണീഷണൊക്കെ ഒരുപാട് കളിക്ക് അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കൂട്ടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ണീഷണം പലരും അങ്ങനെ കുറേ കഥകളിക്ക് അന്ന് ആ കാലത്ത് തെക്കനാട്ടിലും വടക്കനാട്ടിലും അങ്ങനെ ഒരു ഭാഗ്യമായിട്ട് കരുതണം. പിന്നെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം എന്തായാലും ജോലിയാവുന്ന ഒരു സമയമുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് എന്താണ് ചെയ്തിരുന്നത്? അപ്പോൾ ഈ 8 വർഷം കഴിഞ്ഞ് അവിടെ അധ്യാപകനാക്കാം എന്ന് കമ്മിറ്റിക്കാർ എന്നെ വിളിച്ച് പറയണ്ടായി. അപ്പോൾ അത് ആക്കൽ മാത്രമല്ല, ഇപ്പോൾ അവരുടെ കാര്യങ്ങളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. കളിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇനി വിളിച്ചാവുന്നവരാരും വന്നില്ലെങ്കിലും കൂട്ടും. ഇപ്പോൾ എൻ്റെ കൂട്ടുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ആശാനെ സഹായിക്കലും കൂടിയാണ്. അദ്ദേഹത്തിന് കൂട്ടാൻ വയ്യാത്തതാണ്. അപ്പോൾ പറ്റാത്ത രംഗത്ത് ആശാനെ രംഗത്ത് കയറിയിട്ട് മൂപ്പർക്ക് ബുദ്ധിമുട്ടാവേണ്ട വെച്ച് എൻ്റെ സഹായം എൻ്റെ ഗുരുനാഥന്. അപ്പോഴും ഞാൻ കഠിനാധ്വാനം വിളിച്ചാവുന്നവരെ കൂട്ടേണ്ടതായിട്ട് വന്നത്, എവിടെയെങ്കിലും ആശാൻ വന്നൊന്ന് സഹായിക്കുക. അങ്ങനെയൊക്കെ ആയിട്ടും പിന്നെയും അവിടെ അധ്യാപകനാക്കുന്ന ഒരു സമ്പ്രദായം കാണാത്തതിൻ്റെ പേരിൽ ഞാൻ അവരോട് എല്ലാവരോടും നല്ല ഭാഷയിൽ യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നപ്പോഴാണ് നമ്മളിവിടുത്തെ അമ്പലത്തിൽ അവിടത്തേക്ക് കഴിഞ്ഞു പോന്നു. ഇനിയിപ്പോൾ പഴയ തൊഴിൽ തന്നെ എടുക്കാമെന്നുള്ള പലരിൽ നിന്നും ചില ഒരു നമുക്ക് മാനസികമായിട്ട് പറ്റാത്ത വർത്തമാനങ്ങളൊക്കെ കേട്ട് കുറച്ച് വിഷമിക്കേണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് അവിടുന്ന് ഒരു കാർഡ്, അന്ന് ഫോൺ വിളിയല്ലല്ലോ, നിങ്ങളെ അധ്യാപകനായിട്ട് എടുത്തിട്ടുണ്ട്, നാളെ ഇവിടെ കളിയുണ്ട്, അതിന് അയക്കെത്തണം പറഞ്ഞിട്ട്
അപ്പോൾ ഒരു എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമുണ്ടല്ലോ. അതെ അതെ. അങ്ങനെ 1972 ഞാനിവിടെ അധ്യാപകനായി. അന്നൊക്കെ ശമ്പളമൊക്കെ തീരെ കുറവാണ്, എങ്കിലും അധ്യാപകനായി. എത്ര കാലം അവിടെ സർവീസ്? അവിടെ 72 മുതൽ 2011 വരെ. അപ്പം 39 കൊല്ലം. 6 വർഷം പ്രിൻസിപ്പാളായിട്ട്. ശരി. അങ്ങനെ അവിടുന്ന് പിരിയുന്ന സമയത്ത് എൽഷട്ടി പൂർത്തിയാഘോഷമൊക്കെ ഗംഭീരമായിട്ടുണ്ടായത്. ശിഷ്യരും സഹപ്രവർത്തകരും ആസ്വാദകരൊക്കെ പാടെ. അവർ ശിഷ്യന്മാരും കലാ ആസ്വാദകന്മാരും എല്ലാവരും എനിക്ക് വീരശൃംഖലയൊക്കെ അന്നത്തെ. അവിടെ സ്ഥിര അധ്യാപകനായിട്ട് ജോലി കിട്ടിയതിന് ശേഷം ഉള്ള അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു? മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളത് അവിടുന്ന് ജോലി ഇപ്പം അടുത്തൊന്നും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടായത് കാരണമാണല്ലോ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് കിട്ടിയതിന് ശേഷം വളരെ സന്തോഷമായി. ഞാൻ ഈ പഠിച്ച തൊഴിലുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നൊരു മാനസികമായിട്ടൊരു സന്തോഷം. അല്ലെങ്കിൽ ഞാൻ ആദ്യം അച്ഛൻ്റെ തൊഴിൽ തന്നെ കൃഷിപ്പണി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോകേണ്ടി വരും. അല്ലാതെ വിഷമം ഉണ്ടാവില്ല. നമ്മൾ 5-8 വർഷം ഒരു സ്ഥാപനത്തിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ച് കോഴ്സ് കഴിഞ്ഞ് പോകുന്ന പിന്നെ ഒന്നിനും പറ്റാത്തൊരു അന്തരീക്ഷത്തിൽ. അപ്പോൾ അതിൽ വലിയ സന്തോഷം തോന്നി. പിന്നെ അവിടെ അധ്യാപകനായതിനു ശേഷം കുട്ടികളെ പഠിപ്പിക്കലും പിന്നെ ആദ്യവസാന കളരിയിൽ ചൊല്ലിയാട്ടത്തിന് ഞാൻ തന്നെ കൊട്ടുണ്ടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിക്കൽ എൻ്റെ അപ്പുവാശാന പതിവ്, ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കൽ. അദ്ദേഹം ലീവാകുമ്പോൾ മാത്രം. കാലത്ത് പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? വൈകുന്നേരം ക്ലാസ് അപ്പോൾ ഞാനാവും. വൈകുന്നേരം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി വരാം. ചൊല്ലിയാട്ടത്തിൻ്റെ കൊട്ടിൽ ഞാനാണ് കുട്ടികളെ കൊട്ടിപ്പിക്കലും. ചൊല്ലിയാട്ടത്തിന് കൊട്ടാറായ കുട്ടികളെ ചൊല്ലിയാട്ടത്തിന് കൊട്ടിപ്പിക്കുക. ആദ്യവസാന വേഷത്തിന് ഞാൻ ചൊല്ലിയാട്ടത്തിന് കൊട്ടുക. രാത്രി ക്ലാസ് ചെണ്ട വിദ്യാർത്ഥികൾക്ക് ഞാനായിരിക്കും കൊടുക്കുക. പിന്നെ വെളുപ്പിന് സാധകത്തിൻ്റെ ക്ലാസ്. അങ്ങനെ അവിടെ വെളുപ്പിന് സാധകത്തിന് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെയല്ല. 3 മണിക്ക് അവിടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലൊരു 3 വെടി പൊട്ടും. ഭഗവാനെ ഉണർത്ത്, തുകിലുണർത്ത് പറയില്ലേ, അപ്പോൾ തകലെന്ന അവസരം കെട്ടും തുടി അതൊക്കെ ആയിട്ടുള്ള അത് 3 വെടി പൊട്ടി അപ്പോൾ സാധകം തുടങ്ങിക്കൊള്ളണം, അല്ലെങ്കിൽ അടിയാണ് അന്നത്തെ ശിക്ഷ. അങ്ങനെ അത് ഞാനും കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സമയത്താകുമ്പോൾ ഉണരും. അത് ഞാൻ അധ്യാപകനായപ്പോഴും ആ ഒരു വഴി തന്നെ തുടർന്ന് വന്നു. ഇതാണ് പഠിപ്പിക്കൽ ഇങ്ങനെയാണെന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. പിന്നെ ആദ്യം അധ്യാപകനാകുമ്പോൾ നമുക്കൊരു എന്താ എങ്ങോട്ട് കിട്ടിയതൊക്കെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ല, എങ്കിലും ഇങ്ങനെയാണ് പഠിപ്പിക്കൽ എന്നുള്ളൊരു ധാരണ അന്ന്. അങ്ങനെ അധ്യാപക ജീവിതം സുഖമായിരുന്നു. എത്ര കാലം ആ സർവീസിലിരുന്നു? സർവീസിൽ ഞാൻ പറഞ്ഞില്ലേ 39 കൊല്ലം. അത് അതിൽ 6 വർഷം പ്രിൻസിപ്പാളായിട്ട്. അവസാനത്തെ 6 വർഷം. അതിന് കുറേ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആശാനായ സമയത്ത് പള്ളിപ്പുറം ഗോപാലനാരശൻ ഉണ്ടല്ലോ അവിടെ? ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അവിടെ പ്രിൻസിപ്പാള്. അപ്പം അദ്ദേഹത്തിൻ്റെ കളരിയിലെ പ്രത്യേകതകളും അരങ്ങിലെ വേഷത്തിൻ്റെ പ്രത്യേകത, അതുപോലെ അദ്ദേഹത്തിന് ഏത് വേഷം കെട്ടാനായിരുന്നു കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ കുഞ്ചുണ്ണിയായിരുന്നു കൊട്ടാൻ ഏത് വേഷനായിരുന്നു താല്പര്യം, അതൊന്നും പറയാം. അദ്ദേഹം അവിടെ കുട്ടനാശാൻ അന്ന് അവിടെ വേഷം അധ്യാപകൻ, പ്രധാന അധ്യാപകനാണ്. അദ്ദേഹം പ്രിൻസിപ്പാളാണെങ്കിലും അപ്പോൾ ഇടയ്ക്ക് പള്ളിപ്രാശാനാണ് ചൊല്ലിയാട്ടത്തിന് വരിക. അപ്പോൾ കുട്ടനാശാൻ ചൊല്ലിയാടിച്ച ആ കഥയിലെ കഥാപാത്രങ്ങൾ തന്നെയാവും ഇദ്ദേഹം ചൊല്ലിയാടിക്കുക. വലിയ മാറ്റമൊന്നും വരത്തില്ല. സാരമായിട്ടുള്ള ചില മാറ്റങ്ങൾ എത്രയോ ചെയ്യിപ്പിക്കും കളരിയിൽ. അദ്ദേഹം വേഷം കെട്ടുമ്പോൾ അത് വ്യത്യാസമായിട്ടാണ്. ഈ കളരിയിൽ ഇവരെ പഠിപ്പിച്ച പോലെയോ അദ്ദേഹം പഠിപ്പിക്കുന്ന പോലെയല്ല അദ്ദേഹം ചെയ്യുക. അത് എന്നാൽ തനി തെക്കൻ ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ കഥകളികൾക്ക് ചെയ്യാറില്ല. തെക്കനാട്ടിൽ പോയാൽ ചെയ്യാറുണ്ട്, അറിഞ്ഞൂടാ. അവിടെ കലാനിലയം കളികൾക്കും ഇപ്പം എൻ്റെ അനുഭവം ഞാൻ കൊട്ടുമ്പോഴോ കേശവട്ടനോ പുതുവളാശാനൊക്കെ കൊട്ടുമ്പോൾ ഒരു വടക്കനും തെക്കനും കൂടിയിട്ടുള്ളൊരു തിരനോക്കാണെങ്കിൽ നമ്മുടെ വടക്കൻ ശൈലിയിലേ ചെയ്യാറുള്ളൂ. പിന്നെ ചില കലാശങ്ങളൊക്കെ കുറച്ച് തെക്കൻ ചിട്ടയിൽ ചെയ്യുന്നു മാത്രം. അത് നമുക്ക് കണ്ടാലും കൊട്ടാൻ പ്രയാസമുള്ളതല്ല. പിന്നെ നന്നായിട്ട് പറഞ്ഞു തരാൻ നല്ല വാത്സല്യം, നമ്മളോട് അത്രയും സ്നേഹമായിട്ട് പെരുമാറണം. അവിടെ ഇങ്ങനെ കൊട്ടണട്ടോ എന്ന് പറഞ്ഞിട്ട് നല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ വേഷത്തിനും ഏതാണ്ട് ഞാൻ കൊട്ടിയിട്ടുണ്ട്. ഏറ്റവും കേമ ബാണനാണ്. അത് പുതുവളാശാനാണ് അത് കൂടുതലായിട്ട് കൊട്ടി കേട്ടിട്ടുള്ളത്. പിന്നെ 1-2 സ്ഥലത്ത് അദ്ദേഹം വരാത്തതിൻ്റെ പേരിൽ ഞാൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് കുറേയൊക്കെ ഇഷ്ടമായി. പുതുവളാശം ചെയ്യണ മാതിരി എനിക്കെന്നല്ല ആർക്കും പറ്റില്ലല്ലോ, അറിയാമല്ലോ. പക്ഷേ നമുക്ക് ആ വഴി കൂടെ ഒന്ന് പോവുക പതുക്കെ, അതിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും കൂടി പറയണ്ട, ഞാൻ പഠിക്കുന്ന കാലത്ത് പുതുവളാശാൻ അവിടെ കഥകളിക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞുല്ലോ, ട്രൂപ്പ് കളിക്ക്. അപ്പോൾ അതിനെന്താ കാരണം വെച്ചാൽ അപ്പുവാശാൻ്റെ കയ്യിൻ്റെ ലേശം പ്രശ്നം, എനിക്ക് കൊട്ടാറാവണേ ഉള്ളൂ.
അപ്പോൾ പള്ളിപ്രാശൻ വേഷത്തിനെ കുട്ടനാശാൻ, അങ്ങനെ ശിവരാമാശാൻ, അങ്ങനെയുള്ള പിന്നെയാണ് സദന കൃഷ്ണകുട്ടിയാർ. അപ്പോൾ പുതുളാശാൻ അന്ന് കലാമണ്ഡലത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാലം. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം കലാനിലയത്തിലുണ്ടാവും. കലാലയത്തിൽ ട്രൂപ്പ് കളി കഴിഞ്ഞാൽ അദ്ദേഹം വേറെ കളിക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഞാൻ ചെണ്ടയും കൊണ്ട് രണ്ടാം ചെണ്ടക്കാരനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം തെക്കനാളിൽ കളിക്ക് പോവുക. അത് കഴിഞ്ഞ് വന്നാൽ 2-3 ദിവസം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പുവാശാൻ്റെ നിർദ്ദേശം അല്ല ആവശ്യപ്രകാരം അദ്ദേഹം എനിക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. പറയുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ക്ലാസ് പുതുളാശാൻ്റെ നിന്ന് എനിക്ക് കിട്ടാൻ ഭാഗ്യമുണ്ട്. അത് സംസാരത്തിൽ കൂടി കൊട്ടി കാണിച്ചിട്ടും അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. പിന്നെ ഒപ്പം കൊട്ടാനുള്ള ഭാഗ്യം ഉണ്ട്. ഡബിള് മേളപ്പതായാലും അതിപ്പോൾ കുട്ടന്മാരാശാൻ അല്ലാത്ത എല്ലാ ആശാന്മാരുടെ ഒപ്പം ഡബിള് മേളപ്പദം വേണ്ടി വന്നിട്ടുണ്ട്. കുട്ടന്മാരാശാൻ ഇപ്പം മേളപ്പദം വേണ്ടി വന്നില്ല എന്നേ ഉള്ളൂ. അത് ബാക്കിയുള്ളതിനൊക്കെ ബാക്കിയല്ല പൊന്നേടേശാൻ, അച്ചുണകളാശാൻ, പുതുളാശാൻ ഇവരൊക്കെ ഒപ്പം ഡബിൾ മേളപ്പദം കൊട്ടേണ്ടി വന്നു. അതിനായിട്ടല്ല പറഞ്ഞത്, അങ്ങനെ വേണ്ടി വരിക. എന്നിപ്പോൾ ഡബിൾ മേളപ്പദം വേണമെന്ന് പറഞ്ഞാൽ രണ്ടാം ചെണ്ടക്കാരൻ ഞാനേ ഉള്ളൂ, പിന്നെ ഞാൻ തന്നെ വേണ്ടേ. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. പള്ളിപ്രാശാന്റെ ഒരു മാസ്റ്റർ പീസ് പക്ഷാണ് ദുര്യോധനൻ. ബാണൻ. അതിന്റെ ഈ ദുര്യോധനൻ അനവധി കുട്ടിയുണ്ട്. അത് അങ്ങനെ ഒരു ദുര്യോധനെ കാണാൻ പ്രയാസമാണ്. ചില ദുര്യോധനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മനസ്സിൽ, എന്താണ് ആ ദുര്യോധനൻ, ആ ഒരു ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വേഷത്തിലുണ്ട്. പിന്നെ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ പരിസരത്താണല്ലോ ഈ കലാ. അതെ അതെ. അപ്പോൾ അവിടുത്തെ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, മറ്റേ ഉത്സവം അതൊക്കെ ധാരാളം പങ്കെടുക്കാൻ പറ്റിയില്ലേ? അവിടെ നമുക്ക് അവിടെ ആയത് കാരണം എല്ലാ ദിവസം തൊഴാൻ സാധിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോയി തൊഴുത് വന്നതിന് ശേഷം ഭക്ഷണം കിട്ടുള്ളൂ. അത് അന്ന് പള്ളിപ്രാശാനൊക്കെ അധ്യാപകനായി രാവിലെ കുളിച്ച് ഭസ്മൊക്കെ തൊട്ടിട്ടേ പോകാൻ പാടുള്ളൂ. വന്നാൽ അമ്പലത്തിൽ തൊഴുത് വന്നതിന് ശേഷം രാവിലത്തെ ഭക്ഷണം കിട്ടുള്ളൂ. വൈകുന്നേരം പോയി തൊഴുത് വന്നതിന് ശേഷം ഭജനയുണ്ട് അവിടെ. വൈകുന്നേരത്തെ ക്ലാസ്സിന് മുമ്പ് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ട് എല്ലാവരും വട്ടത്തിലിരുന്ന് ഓരോരുത്തരും ഓരോ കീർത്തനം പാടണം. അതിനുശേഷം രാത്രി ക്ലാസ്. അത് അസുഖം അല്ലാത്ത എല്ലാ ദിവസങ്ങളും, അസുഖമുള്ള ദിവസം പോകില്ല, അല്ലാത്ത എല്ലാ ദിവസവും അവിടെ നിൽക്കുമ്പോൾ എല്ലാ കുട്ടികളും പൊക്കോളണം. അങ്ങനെ എനിക്കും അതിനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അധ്യാപകനായതിനു ശേഷം അത് തുടർന്നു വന്നു. ഉത്സവവേളിക്ക് 7 ദിവസം അനവധി വർഷം കഥകളിക്ക് പങ്കെടുത്തിട്ടുണ്ട്. വെളിച്ചാവുന്നര കളിയാണ്, വെളിച്ചാവുന്നര ഉറക്കൊഴിക്കണം. പകല് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. ഈ പറഞ്ഞില്ലേ 10-100 ചെണ്ട മേളം വെടി, ഓരോ മേളത്തിൻ്റെ കലാശത്തിനും വെടി കഥേന. പിന്നെ ഈ വരുന്ന ജനങ്ങൾ മുഴുവൻ കലാനിലയത്തിൽ വന്നിട്ട് തലേദിവസം കളിയുടെ വർത്താനം പറയാനും ഇന്നത്തെ കളി എന്തൊക്കെയാണ് എന്തിനു പറഞ്ഞു പകല ഉറക്കം കിട്ടാത്തൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ അനവധി വർഷം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുഞ്ചുണ്ണിയേട്ടൻ്റെ ആ കാലത്തെ ശിഷ്യന്മാർ വഴി പറയാൻ പറ്റില്ലെങ്കിൽ കുറേയൊക്കെ പറയാം. ഇപ്പോൾ ഇന്നിപ്പോൾ കഥകളി കൊട്ടുകൊണ്ട് ജീവിക്കുന്ന ശിഷ്യന്മാരുണ്ട്. മേളം തായമ്പ ആ വിഭാഗത്തിൽ പോയവരുണ്ട്. ആദ്യം ഒരു ഇപ്പം ഇന്നല്ലേ ഒരു അവാർഡ് സുധാകരൻ കുഴൂർ, അയാൾക്കിന്നൊരു അവാർഡ് കിട്ടിയ തന്നെ ഇന്ന് വെളുപ്പിന് വിളിച്ചു പറഞ്ഞു, ഇന്നലെ വിളിച്ചു പറഞ്ഞു. അയാളാണ് ആദ്യം അവിടെ പഠിക്കാൻ ചേർന്നത്. അത് അതിനുശേഷം നമ്മുടെ എൻ്റെ ബന്ധത്തിൽപ്പെട്ട കലാനിലയം ഗോപാലകൃഷ്ണൻ, ഇവിടെ കുറുവട്ടൂരുള്ള തന്നെ. അതിനുശേഷം ബാലസുന്ദരൻ, അത് പിന്നെ സ്ഥാപനത്തിൽ പഠിച്ചല്ല, എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പഠിപ്പിച്ച്. പിന്നെ സ്കോളർഷിപ്പ് അയാൾ 2 കൊല്ലം എൻ്റെ അടുത്ത് പഠിക്കേണ്ടായി. ബാലപാഠം ഞാനാണ് അയാളെ പഠിപ്പിച്ച്. പിന്നെ നന്ദകുമാരന് അതേപോലെ. നന്ദകുമാരൻ പിന്നെ കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞ് 2 കൊല്ലം കലാനിലയത്തിലും കൂടി പഠിക്കേണ്ടായിട്ടുണ്ട്. പിന്നെ പഴുതിൽ രഘു, അയാളെ കഥകളി കൊട്ടുന്നല്ല ഇപ്പം മേള. പിന്നെ ഉദയൻ നമ്പൂതിരി, പിന്നെ രതീഷ് ഇപ്പോൾ രാമകലത്തുള്ള, പിന്നെ വടക്ക് ഉള്ള സതീഷ് കാഞ്ഞങ്ങാട്, പിന്നെ ആരാ കലാധരൻ ഇരിങ്ങാലക്കുട, ഇപ്പോൾ ഇവിടെ ദുബായിലാണ്. അങ്ങനെ കുറേ പേരെ പറയാനുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഓർമ്മ കിട്ടണില്ല. അതിപ്പോൾ ഞാൻ അവരൊന്നും പേര് വേറെ പറഞ്ഞില്ല വിചാരിച്ചിട്ട് അവർക്ക് എന്നോട് അലോഗ്യം തോന്നാൻ പാടില്ല. എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കിട്ടാത്തതിൻ്റെ പേരിൽ അത് അവരോട് സ്നേഹമില്ലായിട്ടും അവരെ കൊട്ട് നന്നല്ലായിട്ടൊന്നല്ല പറയണത്. അങ്ങനെ ശിഷ്യന്മാരെ കുറേ പേരെ അവിടെ പഠിപ്പിക്കാനുള്ള അവരിപ്പം അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. കഥകളിക്കോട്ടാണെന്ന് വെച്ചാൽ അത്, തായമ്പയാണെന്ന് വെച്ചാൽ അത്, മേളാണെന്ന് വെച്ചാൽ. അല്ല അത് ഉപേക്ഷിച്ച് വേറൊരു ജോലിക്ക് പോകേണ്ട ഇട വന്നിട്ടില്ല. സ്ഥാപനങ്ങളായിട്ടുള്ള കേരള കലാമണ്ഡലം, ഗാന്ധി സേവാ സദനം, PSU നാട്യസംഘം, അതുപോലെ തന്നെ ഉണ്ണായി വാര്യർ കലാനിലയം സ്മാരകം, അവിടെയൊക്കെ ഈ
ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരുള്ളൂ, അവരുടെയൊക്കെ ഈ സ്ഥാപനമായിട്ടുള്ള അല്ലെങ്കിൽ കലാകാരന്മാരുടെ സമീപനമൊക്കെ എങ്ങനെയൊക്കെയാണ്? ഞാൻ ചെന്ന കാലം മുതൽ ഇപ്പോൾ കലാനിലയം അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് സ്ഥാപനം പോയിരുന്നത്. എന്ന് വെച്ചാൽ അധ്യാപകന്മാരുടെ ശമ്പളം, പിന്നെ കുട്ടികളുടെ ഭക്ഷണം, ഇതിനൊക്കെ നിസാര സ്റ്റൈപ്പൻഡ് ഉണ്ടായിരുന്നുള്ളൂ. നിസാര ഗ്രാൻഡാണ് കലാനിലയത്തിന് ഗവൺമെൻറ് അനുവദിച്ച് കിട്ടിയിരുന്നത്. അപ്പോൾ ശമ്പളമൊക്കെ ചിലപ്പോൾ 6 മാസം 7 മാസം 8 മാസമൊക്കെ കിട്ടാതിരുന്നിട്ടുണ്ട്. വിദ്യാർത്ഥി ജീവിതമൊക്കെ അതികഠിനമായിരുന്നു. അന്നിപ്പോൾ പല കാരണങ്ങളെ കൊണ്ടും റേഷൻ കിട്ടായി പലതുകൊണ്ടും പട്ടിണി കിടക്കുക വരെ എന്ന് പറഞ്ഞാൽ മോശമല്ല, എന്നാൽ അതിൻ്റെ വക്ക് വരെ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കഴിച്ച് ക്ലാസ്സിന് പങ്കെടുക്കുക എന്നുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അന്ന്. പിന്നെ എന്താ പറയാനുള്ളത്, ചോദിച്ചോളൂ. പിന്നെ ഇപ്പോൾ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ ഭരണസമിതിയുടെ കഴിഞ്ഞു. അല്ല, ഭരണസമിതി പറയണ്ട, അവർക്ക് കഥകളിയോട് അധികമായിട്ടുള്ള താല്പര്യം ഞങ്ങൾ എല്ലാവരും താല്പര്യം ഇല്ലായല്ല. പക്ഷേ ഈ അവരെ കയ്യിൽ നിന്നും വരെ പണം എടുത്തിട്ട് കലാനിലയം വിദ്യാർത്ഥികളുടെ ഭക്ഷണ കാര്യം, ഞങ്ങളുടെ ശമ്പള കാര്യം, ഇതൊക്കെ അവർ കുറേ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴും കൈകാര്യം ചെയ്യാനുള്ള അതെ, അതിൻ്റേതായുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ അധ്യാപകന്മാർക്കും വിദ്യാർത്ഥികൾക്കും കുറേ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പ്രൈവറ്റ് സ്ഥാപനമാണ്, ഗവൺമെൻറ് സ്ഥാപനമല്ലല്ലോ. അപ്പോൾ ശമ്പളം കമ്മിറ്റി തീരുമാനിക്കുന്ന ശമ്പളം. ഞാൻ പറയാൻ വിട്ടുപോയി, 72 ഞാൻ അവിടെ അധ്യാപകനായിട്ട് ജോലി കയറുമ്പോൾ 75 രൂപയാണ് എൻ്റെ ശമ്പളം. അത് കൂടിയിട്ട് 125 250 അങ്ങനെ കയറി കുറേ കാലത്തിന് ശേഷം പിന്നെ അത് UP സ്കൂളിലെ ശമ്പള സ്കെയിലിൽ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ കടമനിട്ട കമ്മീഷൻ വന്നപ്പോൾ ആ ഗ്രാൻഡ് ഒരു നിജപ്പെടുത്തി. ഏത് ഗ്രാൻഡാണോ ഈ വർഷം കിട്ടിയ ഇനിയുള്ള എല്ലാ വർഷത്തും ആ ഗ്രാൻഡ് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള ഒരു നിയമം വന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ ശമ്പളം കൂടുതലില്ല, ഒരു 6075 രൂപയേറ്റ് ആണ് അന്നത്തെ ശമ്പളം. അത് ഈ 6075 രൂപ ഞാൻ പിരിയുന്നതിൻ്റെ ആ വർഷം വരെ അത് തന്നെ മേടിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ പിരിയുന്ന ആ 2011 മാത്രം അതിനനുസരിച്ചുള്ള ശമ്പള സ്കെയിൽ സർവീസ് അനുസരിച്ച് എനിക്ക് ശമ്പളം കിട്ടി. 21,000 19,000 അങ്ങനെയല്ലേ ഈ ഇത്ര ഇതാകുമ്പോൾ വ്യത്യാസം വരുമല്ലോ. അത് ഒരു വർഷം എനിക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഈ 6700 എത്ര വെച്ചാൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ പെൻഷൻ്റെ കാര്യത്തിന് ഞങ്ങൾ അനവധി സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ. അപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അടുത്ത അവിടെ അന്തരീക്ഷം അന്നത്തെ